Hi friends, welcome back to my channel. ഇന്ന് നമ്മളൊരു ഹെൽത്തി റെസിപ്പിയാണ് ചെയ്യുന്നത്. ചെറുപയർ എങ്ങനെ മുളപ്പിച്ചെടുക്കാനും ആ മുളപ്പിച്ച ചെറുപയർ വെച്ചിട്ട് എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു തോരൻ റെഡിയാക്കാനാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് കൂടെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിതവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറുപയർ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച്, അതായത് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. ഇത് നമ്മുടെ ചെറുപയർ കുതിർക്കാൻ വെച്ചിട്ട് 10 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ട, നമ്മൾ ചെറുപയറൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്, നന്നായിട്ട് സോക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം ചെറുപയർ ഒരു കോട്ടൺ ടവലിൽ പൊതിഞ്ഞ് വയ്ക്കണം. അപ്പോൾ നമുക്ക് വെള്ളം കളഞ്ഞെടുത്തിട്ട് വരാം. ഇതാ ഞാൻ വെള്ളം മുഴുവനും കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു കോട്ടൺ ടവലിലേക്ക് മാറ്റാം. മുള വരാൻ വേണ്ടിയിട്ട് നല്ല കോട്ടൺ ടവൽ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇത് നമുക്കൊരു കോട്ടൺ ടവലിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് അങ്ങ് പൊതിഞ്ഞ് വയ്ക്കാം. ചെറുപയർ മാത്രമല്ല, ഏത് ധാന്യങ്ങളും ഇപ്പോൾ മമ്പയറായാലും കടലയായാലും ഒക്കെ നമുക്ക് ഇതേപോലെ മുളപ്പിച്ചെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. ഇതപ്പോൾ ഞാൻ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ രാവിലെ നോക്കാം. ഞാനിപ്പോൾ രാവിലെ ഒരു 8 മണിക്കാണ് വെള്ളത്തിലിട്ടത്. വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഇതേപോലെ കോട്ടൺ ടവലിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് മുള വന്നിട്ടുണ്ടാവും. ഇത് രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ടോ, നന്നായിട്ട് മുള വന്നിട്ടുണ്ട്. നമ്മുടെ ചെറുപയർ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ കുതിർക്കാൻ വെക്കുമ്പോൾ മിനിമം ഒരു 10 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് നന്നായിട്ട് ചെറുപയറിൽ മുള പൊട്ടി വന്നിട്ടുള്ളൂ. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നന്നായിട്ട് മുള വന്നിട്ടുണ്ട്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണിത്. നമുക്ക് തോരൻ വെച്ചോ സാലഡിലോ കറിയാക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു തോരൻ ചെയ്യാം. ഞാനിന്നിവിടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ചെയ്യുന്നത്. തോരന് വേണ്ടി നമുക്ക് മുളപ്പിച്ച ചെറുപയറൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിതവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുളപ്പിച്ച ചെറുപയർ ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 200 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അത് കറക്റ്റ് ആയിരിക്കും. അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കുക. അതുപോലെ മുളപ്പിച്ച ചെറുപയറായതുകൊണ്ട് തന്നെ ഒരുപാട് വേവില്ല. അതുകൊണ്ട് ഒരു വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഓഫാക്കണം. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ചെറുപയർ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടി ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോരുത്, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇതാ നമ്മുടെ കുക്കർ വിസിലൊക്കെ വന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാ കണ്ട, നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. കുറച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. അത് നമുക്ക് തോരൻ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള വെള്ളം കൂടി അങ്ങ് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ വെളിച്ചെണ്ണ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വറ്റൽമുളക് 2ആയി മുറിച്ചതും 1 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. അത് ചേർത്തിട്ട് ഒരു 1/2 മിനിറ്റ് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക. സവാള ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മാത്രം മതി. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചെറുപയർ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിട്ടുള്ളത്, എന്നാലും കുറച്ചുകൂടി വേണ്ടി വരും. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണിന് മേലെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക്
ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഏകദേശം 1 മിനിറ്റ് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയും പച്ചമുളകും മഞ്ഞളും കൂടി മിക്സിയിലൊന്ന് ചതച്ചെടുത്തതാണ്, അത് ചേർക്കാം. ഈ അരപ്പ് ചേർത്തിട്ട് അതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ അരപ്പിൻ്റെ പച്ചച്ചോവ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നമ്മുടെ അരപ്പിൻ്റെ പച്ചച്ചോവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെറുപയർ ചേർക്കാം. ചെറുപയർ കൂടി ചേർത്തതിന് ശേഷം അരപ്പും ചെറുപയറും കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അരപ്പും ചെറുപയറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ചെറിയ തീയിൽ 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചെറുപയറിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് വറ്റാൻ വേണ്ടിയിട്ടും അരപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചെറുപയറിലുള്ള വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചെറുപയർ നല്ല വിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ ചിലർക്ക് ചെറുപയർ നല്ല കുഴഞ്ഞിട്ടുള്ള പരുവായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് 1 വിസിൽ കൂടി, അതായത് 2 വിസിൽ കേൾപ്പിക്കാം. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള മുളപ്പിച്ച ചെറുപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ മറക്കാതെ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു.